എന്നോട് എന്റെ മാത്സ് ടീച്ചർ ചോദിക്കുമായിരുന്നു, വീട്ടിലെ അമ്മ ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കുന്നത് ഓർത്തിരിക്കുകയാണോ എന്ന്. യു ഷുഡ് റിമെമ്പർ, ഞാൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുക. ഇപ്പൊ എനിക്ക് 25 വയസ്സായി. ഞാൻ ഇപ്പോഴും അത് ഓർത്ത് വെച്ചിട്ടുണ്ട്. അല്ലെ, ഞാനൊരു ഡോക്ടർ, സോ എന്റെ മക്കളും ഡോക്ടേഴ്സ് ആവണം. കാരണം നമ്മുടെ നാട്ടില് എല്ലാം ഒരു കോമ്പറ്റീഷനാണ്. ആൻഡ് മൈ ഡാഡ് ആൻഡ് മോം ന്യൂ ഹൗ ടു റീച്ച് വെയർ ഐ വോണ്ട് ടു ഗോ. ഇന്ത്യയിലെ ഒരാൾക്ക് ടീച്ചർ ആവാനുള്ള ഒരു ക്രൈറ്റീരിയ എന്താ? ഇപ്പം ടീച്ചേഴ്സ് പ്ലേ എ വെരി ഇമ്പോർട്ടന്റ് റോൾ ഇൻ അവർ ലൈഫ്. അപ്പൊ എന്തുകൊണ്ട് അവർക്ക് ഒരു രജിസ്ട്രേഷൻ നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ല? പക്ഷെ വി ഡോണ്ട് ടീച്ച് ദം അബൌട്ട് സോഫ്റ്റ് സ്കിൽസ്. വി ഡോണ്ട് ടീച്ച് ദം അബൌട്ട് വാട്ട് കംസ് ഇൻ ലൈഫ്. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാൻ ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മുടെ നാട്ടില് അഗെയിൻസ്റ്റ് നീറ്റ് പേപ്പർ ലീക്ക് ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അതിന് ഇന്നലെ നല്ലൊരു റിസൾട്ട് കണ്ടു. ആൻഡ് ഐ ഫീൽ സോ പ്രൗഡ് ദാറ്റ് യങ്സ്റ്റേഴ്സ് ഓഫ് മൈ ജനറേഷൻ ആൻഡ് പീപ്പിൾ ഹു ആർ സോ യങ്ങർ ദൻ മീ ഹാവ് കം ഫോർ ഇറ്റ്. ആൻഡ് അതൊരു വളരെ വലിയ മൂവ്മെന്റ് ആണ്. നമ്മളുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ നടക്കണമെങ്കിൽ സാധാരണക്കാരുടെ മക്കളിറങ്ങിയാലും സാധിക്കും. സാധാരണക്കാരുടെ ഡ്രീംസിനും വാല്യൂ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ. ആൻഡ് ഐ ഫീൽ സോ പ്രൗഡ് ഓഫ് മൈസെൽഫ് ബിക്കോസ് ഐ സ്റ്റുഡ് ഫോർ ഇറ്റ്. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്തൊരു സംഭവത്തിനും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നമുക്ക് അക്കൗണ്ടബിലിറ്റി കാണിക്കേണ്ടതുണ്ട്. നമ്മളത് അക്നോളജ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഫെസിലിറ്റീസ് നമ്മൾ എൻജോയ് ചെയ്യുമ്പം ആ രാജ്യത്ത് നടക്കുന്ന പ്രോബ്ലംസും ഇൻ വൺ ഓർ ദി അതർ വേ നമ്മൾ അതിന്റെ ഭാഗമാവുക, അല്ലേ? സോ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാൻ കാരണം വേറൊന്നുമല്ല, ഇത് കൊണ്ട് മാത്രം നമ്മുടെ നാട്ടിലെ പ്രോബ്ലംസ് അവസാനിക്കുന്നില്ല. ഒരു കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ നടക്കേണ്ടതുണ്ട് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്. ആൻഡ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഹാസ് കം ഫാർ ബിഹൈൻഡ് ബിക്കോസ് ഓഫ് ദി സിസ്റ്റം ഇറ്റ് സെൽഫ്. ഇപ്പൊ നന്നായി പഠിക്കുന്ന, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ എവിടെ എത്തിയാലും അവർ രക്ഷപ്പെടും. അതുകൊണ്ടാണ് ഇന്ത്യൻസിന് എവിടെ എത്തിയാലും അവരുടെ ഒരു സിഗ്നേച്ചർ കൊടുക്കാൻ പറ്റുന്നത്. പക്ഷെ നമ്മുടെ സിസ്റ്റം ഹാസ് ഫെയിൽഡ് ഇൻ ലോട്ട് ഓഫ് വേസ്. ആൻഡ് എനിക്ക് മനസ്സിലുള്ള കുറച്ച് ആശയങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഈ സിസ്റ്റം തന്നെ കംപ്ലീറ്റ്ലി മാറ്റണം എന്ന് പറയുമ്പം അതിന്റെ ബേസ് ലൈൻ മുതൽ നമ്മൾ മാറ്റണം, അല്ലേ? ആൻഡ് വാട്ട്സ് ദ ബേസ് ലൈൻ? അത് നമ്മളാണ്. എത്ര സ്റ്റുഡൻസിന്റെ പേരൻസിന് വളരെ ട്രൂത്ത്ഫുൾ ആയിട്ട് പറയാൻ പറ്റും, ഞാൻ ഒരു തരത്തിലുള്ള പ്രഷറും എൻ്റെ കുട്ടിക്ക് കൊടുത്തിട്ടില്ല എന്ന്? കുറച്ച് പേരൻസിനെ അത് പറയാൻ പറ്റുള്ളൂ. വളരെ ഒരു ഹ്യൂജ് നമ്പറൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ എല്ലാം ഒരു കോമ്പറ്റീഷനാണ്. എൻ്റെ മോൻ ഡോക്ടർ ആവണം, അല്ലെ എൻ്റെ മോള് എഞ്ചിനീയർ ആവണം, എൻ്റെ മോള് പൈലറ്റ് ആവണം, അല്ലെ ഞാനൊരു ഡോക്ടർ, സോ എൻ്റെ മക്കളും ഡോക്ടേഴ്സ് ആവണം. അങ്ങനത്തെ ചിന്താഗതി ഇപ്പോഴും ഒട്ടുമിക്ക പേരൻസിനും ഉണ്ട്. എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, മിക്ക പേരൻസിനും. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഹാസ് ടു ചേഞ്ച്. ഒരു സ്റ്റുഡൻറ്റിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? പാട്ടുകാരനാവാനാണോ ഇഷ്ടം? നമ്മൾ അതിന് വേണ്ട റിസോഴ്സസാണ് കൊടുക്കണ്ടേ. നമുക്ക് എൻട്രൻസ് എഴുതി കിട്ടാൻ വേണ്ടി ലക്ഷങ്ങൾ കൊടുത്ത് നമ്മൾ ഒരു എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ട് ചേർക്കും. ആൻഡ് അവർക്ക് അതാവാൻ ഒരാഗ്രഹം ഉണ്ടാവില്ല. വീട്ടിൽ നിന്നുള്ള പ്രഷർ കാരണം പോയതായിരിക്കും. ആ ഒരു പൈസ നമുക്ക് നല്ലൊരു മ്യൂസീഷ്യന്റെ അടുത്ത് പോയി അവരെ മ്യൂസിക് പഠിപ്പിക്കാൻ, അല്ലെ whatever they like, ഒരു ഫുട്ബോളർ ആവാൻ ആഗ്രഹമെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുക, അതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യുക. എത്രത്തോളം ബെനിഫിറ്റ് ചെയ്യും, അല്ലെ? അത് രാജ്യത്തിനും ഗുണം ചെയ്യും, ആ കുട്ടിക്കും ഗുണം ചെയ്യും. നമ്മൾ ഒരിക്കലും നമ്മളുടെ ആഗ്രഹങ്ങളല്ല സ്റ്റുഡൻസിൽ അടിച്ചേൽപ്പിക്കേണ്ടത്. അവർക്ക് അവരുടേതായ പാഷൻ ഉണ്ട്. ഇപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, എൻ്റെ വീട്ടിൽ ഒരിക്കലും എനിക്കൊരു പ്രഷർ ഉണ്ടായിട്ടില്ല ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക. നോ പ്രഷർ ഫോർ മീ. എൻ്റെ പേരൻസ് രണ്ടുപേരും ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരാണ്. രണ്ടുപേരും ടീച്ചിങ് ബാക്ക്ഗ്രൗണ്ടിലാണ്. എൻ്റെ പപ്പ ഒരു സ്കൂൾ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്ത്, എൻ്റെ മമ്മി ടീച്ചറായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും എന്നെ ഏത് രീതിയിലേക്ക് വേണമെങ്കിലും വിടായിരുന്നു, അല്ലേ? ബിക്കോസ് ദേ ബോത്ത് നോ വാട്ട്സ് ദ ബെസ്റ്റ്. പക്ഷെ എൻ്റെ ആഗ്രഹം എന്താണ്, ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി അതിനു വേണ്ടി അവർ പരിശ്രമിച്ച് അതിനു വേണ്ടി അവർ കാര്യങ്ങൾ ചെയ്തു തന്നു എനിക്ക്. ആൻഡ് ഐ ഫീൽ സോ പ്രൗഡ് ഓഫ് ദം. ബിക്കോസ് എത്രയോ കുട്ടികളുടെ പ്രഷറും അവരെത്രയോ വർഷങ്ങൾ പലതിനും വേണ്ടി, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പം ഐ ക്യാൻ പ്രൗഡ്ലി സേ എനിക്ക് കറക്റ്റ് ടൈം ആയപ്പോൾ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, എനിക്കൊരു ജോലിക്ക് കയറാൻ പറ്റി. ആൻഡ് മൈ ഡാഡ് ആൻഡ് മോം ന്യൂ ഹൗ ടു റീച്ച് വെയർ ഐ വോണ്ട് ടു ഗോ. അപ്പൊ അവർക്ക് അതിനുള്ള ഒരു പിക്ചർ പ്ലാൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും എന്നെ അത് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യും. നമ്മൾ എത്ര പേരൻസിൽ അത് കണ്ടിട്ടുണ്ട്, അല്ലേ?
എല്ലാവരും എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നതിൻ്റെ കൂടെ പാഷൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നാലേ നമുക്കൊരു കുട്ടിയുടെ റിയൽ ടാലൻസ് പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവരുടെ പാഷൻ അവരെ ഒരു സൈഡിൽ വെച്ചിട്ട് വേറെ ആരുടെയോ ഡ്രീമിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയായിരിക്കും. ആൻഡ് ദാറ്റ് നീഡ്സ് ടു ബി ചേഞ്ച്ഡ്. ഏതൊരാൾക്കും ഇഷ്ടമുള്ളത് പഠിക്കാനും ചെയ്യാനും ഉള്ള ഫ്രീഡം നമ്മുടെ രാജ്യത്തുണ്ട്. ആൻഡ് ആ ഫ്രീഡം നമ്മൾ വീട്ടിൽ നിന്നും അവർക്ക് കൊടുക്കണം. അതിനൊരു ഫ്രീഡം എന്നുള്ള വാക്കുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. വാട്ട് എവർ ഹി ഓർ ഷീ ലൈക്സ്, അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പേരൻസും ടീച്ചേഴ്സും ആയിരിക്കണം നമ്മുടെ ചുറ്റുമുള്ളത്. അല്ലാത്ത പക്ഷം ആ കുട്ടിയുടെ ഫെയിലിയറിനും അല്ലെങ്കിൽ ആ കുട്ടി എൻകൗണ്ടർ ചെയ്യുന്ന എന്തൊരു ഇഷ്യൂവിനും നമ്മൾ ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി റെസ്പോൺസിബിൾ ആണ്. ഇപ്പൊ പേരൻസിനെയും ടീച്ചേഴ്സിനെയും പറ്റി പറഞ്ഞത് കൊണ്ട് ഞാൻ ഒരു പോയിന്റ് ഇവിടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുക. ഇന്ത്യയിലെ ഒരാൾക്ക് ടീച്ചർ ആവാനുള്ള ഒരു ക്രൈറ്റീരിയ എന്താ? BEd അല്ലെങ്കിൽ MEd അലോങ് വിത്ത് എ സബ്ജക്ട് ഡിഗ്രി. അപ്പം ഇതല്ലാതെ ഒരു രജിസ്ട്രേഷനോ അല്ലെങ്കിൽ ഒരാൾക്ക് ടീച്ചർ ആവണമെങ്കിൽ ഇന്ന 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 കാര്യങ്ങളിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം എന്നോ ഒരു പ്രൊഫഷണൽ രജിസ്ട്രേഷൻ ഇല്ല അല്ലെ നമ്മുടെ നാട്ടിലെ ടീച്ചേഴ്സിന്. പല രാജ്യങ്ങളിലും അതുണ്ട്. ആൻഡ് ടീച്ചിങ് ഇസ് നോട്ട് എ സിമ്പിൾ പ്രൊഫഷൻ. ഒരു കുട്ടിയുടെ ഭാവി എന്താണെന്ന് മനസ്സിലാക്കാനും ആ കുട്ടിയുടെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാനും പറ്റുന്ന ഒരു വലിയ കോൺട്രിബ്യൂഷൻ ആണ് ടീച്ചേഴ്സ് ചെയ്യുന്നത്. ആൻഡ് അത് ആ കുട്ടിയെ ബിൽഡ് ചെയ്യുന്നതിലൊക്കെ ആഡ് ഓൺ ആയി പോകും. ഒരു കുട്ടിക്ക് ഒരു ടീച്ചറുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പ്രോത്സാഹനവും ഇനി ട്രോമയാണെങ്കിലും അതൊക്കെ ആ കുട്ടിയെ ആസ് എ പേഴ്സൺ ബിൽഡ് ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ എൻ്റെ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പം, ഞാൻ ആ സ്കൂളിൻ്റെ പേരൊന്നും പറയുന്നില്ല, ഞാൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ടൈമിൽ, 4th സ്റ്റാൻഡേർഡ് ഇസ് എ ടൈം വെൻ യു ലേൺ എ ലോട്ട് ഓഫ് ബേസിക്സ് അല്ലെ. ഏതൊരു സബ്ജക്റ്റിൻ്റെയും ബേസിക്സ് നമ്മൾ പഠിക്കുന്ന ടൈമാണ്. മാത്സിലൊക്കെ അഡിഷൻ, സബ്ട്രാക്ഷൻ, ഫ്രാക്ഷൻ ഇതൊക്കെ നമ്മൾ അപ്പോഴാണ് പഠിച്ചു തുടങ്ങണത്. സോ ആ ടൈമിൽ എൻ്റെ മാത്സ് ടീച്ചർ എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കായിരുന്നു. ഞാനാണെങ്കിൽ മാത്സിൽ അത്ര നല്ല കുട്ടിയല്ല. ഇപ്പോഴും എനിക്ക് മാത്സിലാകെ ബേസിക്സ് അറിയാമെന്നല്ലാതെ എനിക്കതിൻ്റെ വലിയ സ്റ്റേറ്റ്സിലേക്ക് പോകാൻ അറിയില്ല. അപ്പം എൻ്റെ മാത്സ് ടീച്ചർ എനിക്ക് പ്രോബ്ലംസ് തന്നിട്ട് ഐ ഡോണ്ട് നോ ടു സോൾവ് ദം. എനിക്ക് എന്ത് പറഞ്ഞാലും മാത്സ് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ അങ്ങനെയായിരുന്നു. ആൻഡ് എന്നോട് 4th പഠിക്കാം കേട്ടോ, എന്നോട് എൻ്റെ മാത്സ് ടീച്ചർ ചോദിക്കുമായിരുന്നു, വീട്ടിലെ അമ്മ ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കുന്നത് ഓർത്തിരിക്കുകയാണോ എന്ന്. യു ഷുഡ് റിമെമ്പർ, ഞാൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുക. ഇപ്പം എനിക്ക് 25 വയസ്സായി. ഞാൻ ഇപ്പോഴും അത് ഓർത്ത് വെച്ചിട്ടുണ്ട്. ഐ കാൻ ഫർഗെറ്റ് ഇറ്റ്. അപ്പം അതെനിക്കൊരു ട്രോമയായി. ഇപ്പോഴും അങ്ങനത്തെ ഒരു മാത്സ് ടീച്ചർ എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബിക്കോസ് ദാറ്റ് കൈൻഡ് ഓഫ് എ ടീച്ചർ ഇസ് എ ടോട്ടൽ മെനസ് ടു ദ സൊസൈറ്റി. കാരണം എന്ത് കോൺട്രിബ്യൂഷൻ അവർ ആ കുട്ടിക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ അത് കേൾക്കുന്ന മറ്റു കുട്ടികൾക്ക് കൊടുക്കുന്നത്. 4th അപ്പം മിഡ് വേ ഞാൻ 5th ഒക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ പേരൻസ് സ്കൂളിൽ മാറ്റി. അവർക്ക് മനസ്സിലായി ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് ഹർ. അങ്ങനെ നല്ലൊരു സ്കൂളിലേക്ക്, ഞാൻ ഓൾറെഡി നല്ല സ്കൂളിലായിരുന്നു, പക്ഷെ നല്ല അഗൈൻ ബെറ്റർ എന്നുള്ള രീതിയിലേക്ക് പോയി. 6th 7th ഒക്കെ എത്തിയപ്പോൾ വീണ്ടും എൻ്റെ ലൈഫിലേക്ക് ഒരു ടീച്ചർ വന്നു. ഷീ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഐ എം നോട്ട് ഗുഡ് അറ്റ് മാത്സ്. അപ്പോൾ എന്നെ ബോർഡിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പ്രോബ്ലംസ് തരും ചെയ്യാൻ. അപ്പോൾ ചോക്ക് വെച്ചാണ് ബോർഡിൽ എഴുതണേ. അപ്പം ഞാൻ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങും. ഒന്നേ ഞാൻ തെറ്റ് എഴുതി വെക്കും, അല്ലെ എനിക്കൊന്നും അറിയില്ല. ഷീ യൂസ് ടു മേക്ക് മീ സ്റ്റാൻഡ് നിയർ ദ ബോർഡിൻ്റെ അടുത്ത് തന്നെ നിർത്തും, ചോക്ക് പിടിപ്പിച്ച് ഞാൻ അവിടെ നിൽക്കണം. എന്നിട്ട് പിന്നെ ഈ പുള്ളിക്കാരി ക്ലാസ് എടുത്ത് തീരുന്നത് വരെ ഞാൻ ആ ബോർഡിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. 7th പഠിക്കുമ്പം ഞാൻ എൻ്റെ വീട്ടിലത് പറയാനുള്ള ധൈര്യം കാണിച്ചു. എൻ്റെ പേരൻസ് അത് പ്രിൻസിപ്പലിൽ കംപ്ലൈൻറ്റ് ചെയ്ത് അടുത്ത വർഷം മുതൽ എനിക്ക് നല്ലൊരു മാത്സ് ടീച്ചറിനെ കിട്ടി. ആൻഡ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ഹർ എനിക്ക് 10th ഗ്രേസ് മാർക്ക് ഒന്നുമില്ലാതെ മാത്സിൽ A ഗ്രേഡ് കിട്ടി. അപ്പം നിങ്ങൾ ആലോചിക്കണം എത്രത്തോളം ഒരു ടീച്ചറിന് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലൈഫിൽ ഇമ്പാക്റ്റ് ഉണ്ടെന്ന്. ഒരു ടീച്ചർ ഇഫ് ഷീ ഈസ് നോട്ട് മെന്റ് ടു ബി എ ടീച്ചർ, അതാകാൻ നമ്മൾ അനുവദിക്കരുത്. അപ്പോൾ ഒരു രജിസ്ട്രേഷൻ ഇന്ത്യയിൽ വന്നാൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു 2-3 വർഷം കൂടുമ്പോൾ പുതുക്കേണ്ട ഒരു രജിസ്ട്രേഷൻ ടീച്ചേഴ്സിന് വന്നു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് ആ വെബ്സൈറ്റിൽ കയറി ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിത്ത് പ്രൂഫ് അതവിടെ അക്നോളജ് ചെയ്യാം. ആൻഡ് അവരുടെ രജിസ്ട്രേഷൻ പുതുക്കണോ വേണ്ടേന്ന് അതോറിറ്റീസ് പിന്നെ തീരുമാനിക്കുന്ന വിധത്തിലുള്ള ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ഐ ഫീൽ ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ടു മെനി കിഡ്സ്. കാരണം എനിക്ക് ആ ട്രോമ തന്ന ടീച്ചേഴ്സിന് ഞാൻ ഇപ്പോഴും എവിടെയെങ്കിലൊക്കെ വെച്ച് കാണുമ്പോൾ ഐ
നെവർ ഫെൽ ലൈക്ക് ടോക്കിംഗ് ടു ദം. കാരണം അവർക്ക് എൻ്റെ ലൈഫിൽ പ്രത്യേകിച്ച് നന്നായിട്ടോ മോശമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നല്ലാതെ നല്ലതായിട്ടൊന്നും അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവരോടുള്ള ഒരു വാശിയെ എന്നിലെ ഡെവലപ്പ് ആയിട്ടുള്ളൂ. അപ്പം ടീച്ചേഴ്സ് പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അവർ ലൈഫ്. അപ്പം എന്തുകൊണ്ട് അവർക്ക് ഒരു രജിസ്ട്രേഷൻ നമ്മുടെ സിസ്റ്റത്തിലില്ല? ദേ നീഡ് സംതിങ് ലൈക്ക് ദാറ്റ് അല്ലേ? കുറച്ച് സ്ട്രിക്റ്റർ ആയിട്ടുള്ള ഒരു ഫോമാറ്റിംഗ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പല ടീച്ചേഴ്സും അവരുടെ ജോലി നന്നായിട്ട് ചെയ്യും. പിന്നെ ടീച്ചേഴ്സ് ആർ അണ്ടർ പെയ്ഡ്, അതിലൊരു ചേഞ്ച് വരേണ്ടതുണ്ട്. കിട്ടുന്ന ശമ്പളത്തിന്റെ ആത്മാർത്ഥതയെ അവരും കാണിക്കുള്ളൂ. പക്ഷെ ആ ഒരു പ്രൊഫഷന് റെസ്പെക്റ്റ് ഉണ്ട്. ആ പ്രൊഫഷൻ അക്നോളജ് ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള പകുതി പ്രശ്നങ്ങൾ ഇല്ലാതെയാവും. ഇനി നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ സ്റ്റുഡൻസിനെ സബ്ജക്റ്റും അല്ലെ തിയറിയും പ്രാക്ടിക്കലും ഒക്കെ നമ്മൾ പഠിപ്പിക്കും. പക്ഷെ വി ഡോണ്ട് ടീച്ച് ദം അബൌട്ട് സോഫ്റ്റ് സ്കിൽസ്. വി ഡോണ്ട് ടീച്ച് ദം അബൌട്ട് വാട്ട് കംസ് ഇൻ ലൈഫ് അല്ലേ? മോറൽ സയൻസ് എന്ന് പറഞ്ഞ ഒരു പീരീഡ് ആഴ്ചയിൽ ഒരു ദിവസം എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കായിരുന്നു. നോട്ട് ബിക്കോസ് വി വാണ്ടഡ് ടു ലേൺ മോറൽ സയൻസ്. പക്ഷെ അത് എക്സാം ഒന്നും ഇല്ല, ഇനി എക്സാമിന് പാസ്സാക്കിയും വിടും, പിന്നെ നമുക്ക് വെറുതെ ഇരിക്കാം എന്നുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു അത്. പക്ഷേ ലൈഫ് വാല്യൂസും സോഫ്റ്റ് സ്കിൽസും ഒക്കെ ഇന്ത്യൻ സ്റ്റുഡൻസിനെ പഠിപ്പിക്കേണ്ട ടൈം ആയില്ലേ? അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എത്ര ഇന്ത്യൻസിന് വളരെ കോൺഫിഡന്റ് ആയ ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ പറ്റുന്നുണ്ടാവും? നോട്ട് മെനി. ഇപ്പൊ കുറെ സ്റ്റുഡൻസ് സെൽഫ് ലേൺഡ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ എത്ര പേർക്ക് ഇന്റർവ്യൂവിന് പോയാൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നോ, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ഇൻവിറ്റേഷൻ വന്നാൽ അവിടെ പോയിട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യണം, എന്ത് തരം ഡ്രസ്സ് ഇടണം, ഇതൊക്കെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ സ്റ്റുഡൻസ് പഠിക്കുന്നത്. അല്ലാതെ സ്കൂളിലൊക്കെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ് കിട്ടുന്നത് ആണ്ടിനും സംക്രാന്തിക്ക് ഒരിക്കലായിരിക്കും, അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലും ഒരു മോട്ടിവേഷണൽ സ്പീക്കർ വന്ന് കാര്യങ്ങൾ പറഞ്ഞുതരും. പക്ഷെ അതല്ലാതെ ഒരാൾക്കും ഒരു സ്കൂൾ ലെവലിൽ ഇരിക്കുമ്പോൾ ഇതൊന്നും കിട്ടുന്നുണ്ടാവില്ല. ഒന്നേ പേരൻസിന്റെ കയ്യിൽ നിന്നായിരിക്കും കിട്ടുന്നത്, അല്ലെ കുട്ടികൾ തന്നെ യൂട്യൂബിലൊക്കെ ഓരോന്ന് കണ്ട് പഠിച്ചിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ ജെനുവൻലി ഒരു ഇന്റർവ്യൂവിന് എങ്ങനെ പോകണം, ഇന്റർവ്യൂവിൽ എങ്ങനെ ബോൾഡായി പ്രസന്റ് ചെയ്യണം, എങ്ങനെ നന്നായി നമുക്ക് ഇംഗ്ലീഷ് അറിയണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ പോലും അറിയുന്ന ഇംഗ്ലീഷ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, ഇതിനെപ്പറ്റി എത്ര കുട്ടികൾക്ക് ധാരണയുണ്ട് അല്ലേ? സോ ഇതൊക്കെ നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കേണ്ട ഒരു കാര്യമാണ്, സോഫ്റ്റ് സ്കിൽസ്. ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷെ ഇഫ് സമൺ വാണ്ട്സ് ടു മൂവ് അബ്രോഡ്, മറ്റു രാജ്യങ്ങളിൽ അങ്ങനെയല്ല. ഇപ്പൊ UK കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇന്റർവ്യൂസ് ആർ മോസ്റ്റ്ലി എന്താ പറയാ, നമ്മുടെ ക്യാരക്ടർ ബേസ്ഡ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൂടുതലും വരിക. നമുക്ക് ടീം വർക്കിൽ എങ്ങനെയാണ് നമ്മുടെ ലീഡർഷിപ്പ് എങ്ങനെയാണ്, ഹൗ ഡു വി വർക്ക് അണ്ടർ പ്രഷർ, ഇതൊക്കെയാണ് വരുന്ന ക്വസ്റ്റ്യൻസ്. അല്ലാതെ നിങ്ങൾ ഇന്ന് ചെയ്ത ഈ യൂസ് ചെയ്ത മെഷീന്റെ പ്രോപ്പർട്ടി എന്താ, പ്രിൻസിപ്പിൾ എന്താ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ റയർ ആയിട്ട് 1-2 എണ്ണം വരുള്ളൂ. ബാക്കിയെല്ലാം ആസ് എ പേഴ്സൺ ഹൂ ആർ യു, ഇതാണ് ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ഒരു പൊരുള്. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് വേണ്ടത് മിയർലി ഒരു എംപ്ലോയിനെയോ അല്ലെങ്കിൽ ഒരു കൊളീഗിനെയോ അല്ല, ഒരു നല്ല ഫ്രണ്ടിനെയോ കൂടിയാ. നമ്മൾ വർക്ക് പ്ലേസിലേക്ക് വരുമ്പം ഒരു ദിവസത്തിലെ 8, 9, 10 മണിക്കൂർ ഒരു സ്ഥലത്ത് നമ്മൾ ചെലവഴിക്കുമ്പം അവിടെ നമ്മൾ നല്ലൊരു മനുഷ്യനാണോ എന്നുകൂടി തെളിയിക്കേണ്ടതുണ്ട്. സോ സ്കിൽ ബേസ്ഡ് ലേണിംഗ് ഇന്ത്യയിൽ വരേണ്ടതുണ്ട്. അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആൻഡ് തിയറി മാത്രമല്ല, സംതിങ് ബിയോണ്ട് ഇറ്റ്, ക്യാരക്ടർ ഫോർമേഷൻ. എങ്ങനെ ഒരാളെ റെസ്പെക്ട്ഫുള്ളി നമുക്ക് ഒരാളെ അപ്രോച്ച് ചെയ്യാം, എങ്ങനെ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ളവരോട് നന്നായി പെരുമാറാം, എങ്ങനെ നമുക്ക് ഒരാളെ റെസ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആണെങ്കിലും, ലെറ്റ് ഇറ്റ് ബി ഓഫ് ഡിഫറെന്റ് കാസ്റ്റ്, ലെറ്റ് ഇറ്റ് ബി സംവൺ ഹൂ ഈസ് ലീസ്റ്റ് എഡ്യൂക്കേറ്റഡ്, എങ്ങനെ അവരെ റെസ്പെക്ട് ചെയ്യാം, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കാരണം നമ്മളെക്കാട്ടെ കുറച്ച് താഴ്ന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പുച്ഛ മനോഭാവം വരും അല്ലേ? പക്ഷെ ഡസ് ഇറ്റ് ഷോ ദറ്റ് യു ഹാവ് എ ഗുഡ് ക്യാരക്ടർ? നോ, നോട്ട് അറ്റ് ഓൾ. അപ്പൊ അതൊക്കെ എങ്ങനെ ഒരു കുട്ടിയെ ബിൽഡ് ചെയ്യാം, എങ്ങനെ അവരുടെ സർഗവാസന ബിൽഡ് ചെയ്യാം, ഇതൊക്കെ ആയിരിക്കണം നമ്മൾ അവരെ ചെറുപ്പം മുതലേ പഠിപ്പിക്കേണ്ടത്. ആൻഡ് ഇത് വർഷത്തിൽ ഒരിക്കൽ കൊടുക്കുന്ന ക്ലാസ് കൊണ്ടൊന്നും അല്ല കിട്ടുക. കോൺസ്റ്റന്റ്ലി ടീച്ചിങ് ദം. നമ്മുടെ ലൈഫ് സ്റ്റോറീസ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. എപ്പോഴും മാർക്ക് ഫോക്കസ് ചെയ്തിട്ടായിരിക്കരുത് എന്തു കാര്യമാണെങ്കിലും പോകേണ്ടത്. എവറിഥിങ് ഷുഡ് ബി സംതിങ് ദാറ്റ് ഷുഡ് ബി സപ്പോർട്ടിങ് ദിയർ ക്യാരക്ടർ അല്ലെ? ക്യാരക്ടർ ഫോർമേഷൻ ഇല്ലെങ്കിൽ എത്ര മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. And in due course of time, we will look at them as failures because അവരുടെ ക്യാരക്ടർ വളരെ മോശമാണ്. അപ്പം നമുക്ക് പഠിത്തത്തിന്റെ കൂടെ എങ്ങനെ ഈ സോഫ്റ്റ് സ്കിൽസും കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അവർക്ക്. കാരണം ലൈഫിൽ പിന്നീട് അവർ എൻകൗണ്ടർ ചെയ്യുന്ന സിറ്റുവേഷൻസ്
വരുമ്പം, അല്ലെങ്കിൽ ഒരു ടഫ് സിറ്റുവേഷൻ വരുമ്പം ദേ നോ ഹൗ ടു സ്റ്റാൻഡ് അപ്പ് ഫോർ ദംസെൽഫ്. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിലെ എക്സാംസ് ഒക്കെ എങ്ങനെയാ, ഒരു മേജർ ബോർഡ് എക്സാം ഉണ്ടാവും അല്ലേ. ഇപ്പൊ 10th നമ്മൾ പഠിക്കുകയാണെങ്കിൽ 10th എൻഡിൽ, ഇയർ എൻഡിങ്ങിൽ നമുക്കൊരു മേജർ പബ്ലിക് എക്സാം ഉണ്ടാവും, അല്ലെ 12th 11th അങ്ങനെ ഒരു എക്സാം ഉണ്ടാവും. ഈ ഒരു എക്സാമാണ് ആ കുട്ടിയുടെ നെക്സ്റ്റ് ഇയറിനെ ഡിസൈഡ് ചെയ്യുന്നത്. ആ ഒരു സിസ്റ്റം എത്രത്തോളം എന്താ പറയുക ലൂപ്പ് ഹോൾസ് ഉള്ള ഒരു സിസ്റ്റം ആണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ 10th പഠിക്കുക, ഞാൻ 95% മേടിച്ചിരുന്ന കുട്ടിയാണെന്ന് ഇമാജിൻ ചെയ്യും. എവറി എക്സാം, മിഡ് ടേം ആവട്ടെ യൂണിറ്റ് ടെസ്റ്റ് ആവട്ടെ, എനിക്ക് 95% കിട്ടിയിരുന്നു. പക്ഷെ എൻ്റെ 10th ബോർഡ് എക്സാമിന്റെ ഒരാഴ്ച മുന്നേ എനിക്ക് ചിക്കൻ പോക്സ് വന്നു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ എക്സാം എഴുതാൻ പോയി, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊരു മരണം നടന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ എങ്ങനെയോ എക്സാം എഴുതാൻ പോയി. ഞാൻ അത്തരം കാലം 95 മേടിച്ചു, 98 മേടിച്ചിരുന്നു. പക്ഷെ ഈ ഫൈനൽ എക്സാം ആയപ്പോൾ എൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ഇസ് നോട്ട് ഗുഡ്, അല്ലെ എൻ്റെ മെന്റൽ സ്റ്റേറ്റ് ഇസ് നോട്ട് ഗുഡ്. ഞാൻ എത്ര സ്കോർ ചെയ്യുമായിരിക്കും? ഒരു 70, 75, 80. അപ്പൊ ഇത്ര കാലം ഞാൻ 98 സ്കോർ ചെയ്തിട്ടുണ്ടെന്നുള്ളതിനല്ല അവിടെ പ്രാധാന്യം. വാട്ട് ഡിഡ് യു സ്കോർ ഡ്യൂറിങ് യുവർ ഫൈനൽ എക്സാം, അതിനാണ് അവിടെ പ്രാധാന്യം വരുന്നത്. അതിനൊരു മാറ്റം വരണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഒരു കുട്ടി നന്നായി പഠിക്കുന്ന കുട്ടിയാവട്ടെ മോശമായിട്ട് പഠിക്കുന്ന കുട്ടിയാവട്ടെ, ആ കുട്ടി ആ ഒരു വർഷം മുഴുവൻ എങ്ങനെയാ വർക്ക് ചെയ്തത് എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ എക്സാം എന്നുള്ള ഒരു ഐഡിയ കൊണ്ടുവന്നത്. പക്ഷെ ഫൈനൽ എക്സാമിന് ഒരു കുട്ടിയുടെ മെന്റൽ സ്റ്റേറ്റ് കഴിഞ്ഞ എക്സാംസിൽ ഉണ്ടായതാവണം എന്നില്ല. ആ കുട്ടിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും ആ സമയത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹിസ് ഓർ ഹർ മെന്റൽ സ്റ്റേറ്റ് വുഡ് ബി ടോട്ടലി ഡിഫറെന്റ്. ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിലും വുഡ് ബി ഡിഫറെന്റ്. അപ്പം ഇഫ് നമ്മുടെ ആഗ്രഹം ഒരു കുട്ടിയുടെ കംപ്ലീറ്റ് ഹാർഡ് വർക്ക് അസസ് ചെയ്യാനാണെങ്കിൽ എല്ലാ എക്സാംസിന്റെ മാർക്കും എടുത്തു വെച്ചിട്ട് ഒരു അതിന്റെ ഒരു ആവറേജ് ആയിരിക്കണ്ടേ അവരുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അല്ലാതെ ഒറ്റൊരു ദിവസത്തെ ഒരു 80 മാർക്ക് പേപ്പർ ആണോ, അവരാരാണ്, അവർക്ക് ആ സബ്ജക്റ്റിലുള്ള നോളജ് എന്താണെന്ന് തീരുമാനിക്കുന്നത്? ദാറ്റ്സ് എ വെരി സ്റ്റുപ്പിഡ് തിങ്. കാരണം ഒരു വർഷം മൊത്തം അധ്വാനിച്ച ഒരു കുട്ടിക്ക് ലാസ്റ്റ് എക്സാമിന് എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് പറ്റിക്കഴിഞ്ഞാൽ അത് ആ കുട്ടിയുടെ ഫ്യൂച്ചറിനെ തന്നെ ബാധിക്കുക എന്ന് പറയുന്നതിൽ എന്താ ന്യായം? rather than that കംപ്ലീറ്റ് ഇയർ നമ്മൾ എടുക്കുക. ആ കുട്ടി ആ വർഷം എഴുതിയ എല്ലാ എക്സാംസിന്റെയും മാർക്സ് എടുത്തിട്ട് അതിന്റെ ആവറേജ് വെച്ചിട്ടായിരിക്കണം പെർസെൻറ്റേജ് പോകേണ്ടതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ഇപ്പം പരീക്ഷയുടെ 2 മാസം മുന്നേ നന്നായി പഠിക്കാൻ പറ്റും നമുക്ക്, ആൻഡ് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. That doesn't mean you are a brilliant student. ഇനി 2 മാസം മുന്നേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി എഴുതാൻ പറ്റില്ല എന്ന് വെച്ച് doesn't mean you are not a brilliant student. അപ്പം കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എക്സാംസും മാർക്സും ഒക്കെ ഫോർമുലേറ്റ് ചെയ്ത് ഒരു ആവറേജ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പ്രഷറും അവർക്ക് വളരെ കുറയും. കാരണം അവർക്ക് അപ്പൊ മനസ്സിലാവും, ദേ ഫീൽ അക്നോളജ്ഡ്. ഞാൻ പഠിച്ചതിന് എനിക്കൊരു വാല്യൂ കിട്ടണമെങ്കിൽ ഞാൻ ഇത്രയും കാലം പഠിച്ചത് വാല്യൂ ചെയ്തിട്ടുണ്ടാവണം. ഇപ്പൊ യൂണിറ്റ് ടെസ്റ്റിൽ 10 on 10 മേടിച്ചു, ഫൈനൽ എക്സാമിൽ 8 കിട്ടിയുള്ളൂ. ഡസ് ഇറ്റ് മീൻ യു ആർ നോട്ട് ഗുഡ്? നോ. നമ്മുടെ സിസ്റ്റം അതിനനുസരിച്ച് മാറണം. കുട്ടികളെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതാവണം. അവരുടെ ഒരു ചെറിയ എക്സാമിന് പോലും അവരൊരു 10ൽ 10 മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ആഡഡ് ഓൺ. അല്ലാതെ ജസ്റ്റ് 1 എക്സാം ജസ്റ്റ് 1 ഡേ അതായിരിക്കില്ല ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ തീരുമാനിക്കേണ്ടത്. അതായിരിക്കരുത് ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ തീരുമാനിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ കുറെ വർഷങ്ങളെടുക്കും. ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് one or the other day ഇതൊക്കെ പ്രാവർത്തികമാകും. ആൻഡ് നമ്മുടെ കുട്ടികളൊക്കെ വലുതാവുമ്പം they'll get a more easier schooling or college life. സോ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രൊട്ടസ്റ്റിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. നമ്മൾ ശബ്ദം ഉയർത്തിയെന്ന് വെച്ചാൽ നമ്മൾ ആന്റി നാഷണൽ അല്ല. നമ്മളുടെ നാട്ടിലെ യങ്സ്റ്റേഴ്സ് ആണ് നാളത്തെ നേതാക്കൾ. ആൻഡ് അവരുടെ റൈറ്റ്സും അവരുടെ സമാധാനവും പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ലേ? നമ്മൾ പിന്നെ ആരുടെയാ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നത്? സോ ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് യു ഷുഡൻ ബി പ്രൗഡ് ഓഫ്. യു ഷുഡ് ബി പ്രൗഡ് ഓഫ് ഇറ്റ്. അത് എന്നെ കുറിച്ച് തന്നെ എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്നു. കാരണം ഐ സ്റ്റുഡ് ഫോർ ദ കിഡ്സ് ആൻഡ് ഐ ഫീൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. സോ ഇനിയും എന്ത് പ്രശ്നം വന്നാലും ഇന്ത്യൻസ് ഒക്കെ ഒരുമിച്ച് നിൽക്കും. അതൊരു ഡിവൈഡഡ് ആയിട്ടുള്ള ഒരു സംഭവം അല്ല. ഇന്ത്യൻസ് ഒരുമിച്ച് നിന്ന് അതിനു വേണ്ടി പോരാടും, അത് നേടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലെറ്റ്സ് ഹോപ്പ് ഫോർ എ പീസ്ഫുൾ ആൻഡ് എ റിയലി ബ്യൂട്ടിഫുൾ ഇന്ത്യ. ആൻഡ് ഐ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് ടു ഓൾ മൈ വ്യൂവേഴ്സ്. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കട്ടെ. എല്ലാവർക്കും എന്താണോ ഇഷ്ടമുള്ളത് അത് ചെയ്യാൻ പറ്റട്ടെ.
ഫോർ എ ബെറ്റർ സിസ്റ്റം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ കൊടുക്കുക, അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദാറ്റ്സ് എനഫ് ആൻഡ് മോർ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കോമെന്റ്സിൽ രേഖപ്പെടുത്താം. ആൻഡ് ലെറ്റ്സ് മീറ്റ് ഇൻ അനദർ വീഡിയോ. ടിൽ ദെൻ ബൈ.